ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഉയർപ്പുകാലം 4ാമത്തെ ഞായറാഴ്ചയാണ്. വായനകൾ, 1ാമത്തെ വായന ജോഷുവയുടെ പുസ്തകമാണ്. ദൈവമായ കർത്താവ് ജോഷയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ്, നീ പോകുന്നിടത്തൊക്കെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്. 2ാമത്തെ വായന ദിനവൃത്താന്ത പുസ്തകത്തിലാണ്. ആസ രാജാവിൻ്റെ അടുത്ത് പറയുകയാണ്, നീ കർത്താവിനോട് ചേർന്ന് നിന്നാൽ കർത്താവ് നിന്നോട് ചേർന്ന് നിൽക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. 3ാമത്തെ വായന പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലാണ്. കർത്താവ് ഈശ്വംശിഹ നിങ്ങളോട് കൂടി ഉണ്ട് എന്ന് പൗലോസ്ലീഹ ആ ജനത്തെ കൊരിന്തോസുകാരെ ഓർമ്മപ്പെടുത്തുകയാണ്. വായനകളിലെല്ലാം കാണുന്ന പൊതുവായൊരു കാര്യം കർത്താവ് കൂടെയുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇതിനൊക്കെ തുടർച്ചയാണ് സുവിശേഷം. മത്തായിയുടെ സുവിശേഷം 28ാം അധ്യായത്തിൽ 16 മുതലുള്ള വാക്യങ്ങളാണ്. ഉദ്ധാനശേഷം ഈശോ ശിഷ്യന്മാരെ കാണുമ്പോൾ പറയാണ്, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുമ്പോൾ തന്നെ ശിശുവിന് ഔസപിതാവ് പേരിടുന്ന, ശിശുവിന് ഇടാനായിട്ടുള്ള പേരായിട്ട് മാലാഖ നിർദ്ദേശിക്കുന്നത് ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ എന്ന് പറഞ്ഞതാണ് ഒരാശയമാണ്. മത്തായിയുടെ സുവിശേഷം അവസാനിക്കുന്നതും ഈശോ നൽകുന്ന ഇതേ ആശയമാണ്, ഞാനെന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇന്നത്തെ മൊത്തത്തിലുള്ള എല്ലാ റീഡിങ്ങും നമുക്ക് നൽകുന്ന ഉറപ്പ് ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇലക്ഷന്റെ സമയമാണ്. പലപ്പോഴേക്കും രാഷ്ട്രീയക്കാരുടെ ഫ്ലക്സ് ബോർഡിൽ വെച്ചിട്ടുള്ളൊരു വാചകം എങ്ങനെയാണ്, എപ്പോഴും കൂടെയുണ്ട്, അങ്ങനെ കൂടെയുണ്ട് എപ്പോഴും എന്നൊക്കെ പറയുന്ന ഈ വാചകം ഫ്ലക്സ് ബോർഡിൽ കാണാൻ പറ്റും. സത്യത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തനിക്ക് ആരും കൂടെയില്ല എന്നുള്ളൊരു തോന്നലാണ്, ഒരു ഏകാന്തതയാണ്. അങ്ങനെ ഏകാന്തത അനുഭവിക്കുന്നത് കേരളത്തിലെ മനഃശാസ്ത്രന്മാർ പറയുന്നത്, കേരളത്തിലേക്ക് ഒറ്റപ്പെട്ടു പോകുന്നവരുടെ മനുഷ്യന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടുവരിക എന്ന് പറയണേ. പ്രത്യേകിച്ച് വയസ്സായവരും ചെറുപ്പക്കാർക്കൊക്കെ ഇടയിൽ ഈ ഒരു ഒറ്റപ്പെടലിന്റെ തോന്നലുണ്ട്. ഒരു മനുഷ്യന് തനിക്ക് കിട്ടാവുന്ന ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ തോത് എന്ന് പറയുന്നത് ദൈവം കൂടെയുണ്ട് എന്നുള്ള ഉറപ്പാണ്. എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പാണ് എനിക്ക് കിട്ടാവുന്ന ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത്. മറ്റാരൊക്കെ എന്നെ ഉപേക്ഷിച്ച് പോയാലും ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അതാണ് ഈശോ നൽകുന്ന ഉറപ്പ്, ഞാൻ എന്നും യുഗാന്ത്യം വരെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പഴയ നിയമത്തിൽ പലപ്പോഴും മരുഭൂമിയിലുള്ള ഇസ്രായേൽ ജനത്തിന്റെ വാസത്തിൽ രാത്രിയിൽ അഗ്നിസ്തംഭമായി, പകല് മേഘസ്തംഭമായി അവർക്ക് തണലായി കൂടെയുണ്ടായവൻ, അവർക്ക് വെളിച്ചമായും ഒപ്പം തന്നെ ദാഹജലമായും കൂടെയുണ്ടായി വഴി നടത്തിയവൻ. നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് ജീവിതത്തിൽ കീപ്പ് ചെയ്യാൻ, സ്വന്തമാക്കാൻ പറ്റുക പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ട് കണ്ട ഒരു സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ട്, വേറെവർ യു ഗോ ഐ ആം ദെയർ. നീ എവിടെ പോയാലും ഞാൻ നിന്നോട് കൂടെയുണ്ട്. അത് കർത്താവ് നൽകുന്ന ഉറപ്പാണ്, യുഗാന്ത്യം വരെ അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. 2ാമത്തെ ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്, ഉദ്ധാനം ചെയ്ത ഈശോയെ ശിഷ്യന്മാർ കണ്ടുമുട്ടുമ്പോൾ സുവിശേഷം പറയുന്ന കാര്യം ഇതാണ്, ചിലർ അവനെ ആരാധിച്ചു, മറ്റു ചിലരാകട്ടെ സംശയിച്ചു എന്നുള്ളതാണ്. ഒരു വിശ്വാസിക്ക് സംഭവിക്കാവുന്ന 2 കാര്യങ്ങളാണ്, ഒന്ന് ആരാധന, 2 സംശയം. കൂടെയുള്ള തമ്പുരാന്റെ സാന്നിധ്യം, പ്രത്യേകിച്ച് അത് പരിശുദ്ധ കുർബാനയാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതിന്റെ ഉറപ്പ് പരിശുദ്ധ കുർബാനയാണ്. ഈ കുർബാനയുടെ മുമ്പിലായിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന 2 വികാരമാണ്, ഒന്ന് ആരാധനയുടേത്, മറ്റൊന്ന് സംശയത്തിൻ്റെത്. നമുക്ക് ആലോചിക്കാം, ഇതിലേത് വിഭാഗത്തിലാണ് ഞാൻ പെടുന്നത്? ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ തന്നെ 2 കൂട്ടരുണ്ടായിരുന്നു, ചിലർ ആരാധിച്ചു എന്നും ചിലർ സംശയിച്ചു എന്നും. ഈ ആരാധന എന്ന വാക്കിന്റെ കറക്റ്റ് ഗ്രീക്ക് ട്രാൻസ്ലേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവർ മുട്ടുകുത്തി, നീൽ ഡൗൺ എന്നൊക്കെയാണ് പറയണത്. നമുക്കും പലപ്പോഴും ഈ സംശയത്തിൻ്റെതായിട്ടുള്ള യുക്തിപരമായ ചിന്തകളെ മാറ്റിവെച്ച് ആരാധനയോടുകൂടി, മുട്ടുകുത്തലോടുകൂടി ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലേക്ക് അണയാനായിട്ട്, നമ്മുടെ കൂടെയുള്ള ദൈവസങ്കല്പത്തിന്റെ മുമ്പിലേക്ക് പരസ്പരം അണയാനായിട്ട് പരിശ്രമിക്കാം. ഏറ്റവും ഒടുവിലായിട്ട് ഒരു കൊച്ചു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഈശോ കൂടെയുണ്ട്, അല്ലെങ്കിൽ ഈശോ കൂടെയുള്ള ഈശോ ശിഷ്യന്മാരുടെ അടുത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കും എന്നാണ്. ഫ്രാൻസിസ് അസീസി പറയാറുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കണം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി, വാക്കുകൾ ഉപയോഗിക്കണം എന്നാണ്. ക്രിസ്തു നമുക്ക് നൽകിയ ഉത്തരവാദിത്തമാണ് സകല സൃഷ്ടികളോട് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. ഫ്രാൻസിസ് മാർപ്പാപ്പ വീണ്ടും അത് കുറേ കൂടി ഭംഗിയായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കണം, യു ആർ ദ 5th ഗോസ്പൽ. മറ്റൊരാൾ വായിക്കപ്പെടാൻ പോകുന്ന 5ാമത്തെ സുവിശേഷം എന്ന് പറയുന്നത് അത് നീയാണ്. അപ്പൊ നിന്റെ ജീവിതമാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം. മാർപ്പാപ്പ വീണ്ടും പറയാണ്, അട്രാക്ഷൻ ഈസ് ദ ബെസ്റ്റ് പ്രൊക്ലമേഷൻ. ആകർഷണമാണ് ഏറ്റവും വലിയ പ്രഘോഷണം. നിന്റെ ജീവിതം കണ്ടുകൊണ്ട്, നിന്റെ വാക്കോ പ്രവൃത്തി കണ്ടുകൊണ്ട് ഒരാളെയെങ്കിലും ക്രിസ്തുവിലേക്ക് ആകർഷിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം. അതാണ് ഈശോ നമുക്ക് നൽകിയ ഉത്തരവാദിത്വം. നമുക്ക് തമ്പുരാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.